എന്റെ കോളേജിൽ ഒരു ദിവസം കണ്ടാലും മോർണിംഗ് എന്നെ നല്ല ആംബിയൻസ് ആയിരുന്നു. ഇതെന്നോട് ഇവള് ഫോൺ വെക്കാൻ പറഞ്ഞു. അതുപോലെ ഞാൻ ചെയ്തു. പിന്നെ കുറച്ച് ലൈബ്രറിയിലൊക്കെ പോയി പഠിക്കാൻ വേണ്ടി പഠിക്കാതിരുന്നതും പുറത്തു പോകണം എന്ന് പറഞ്ഞ് ഇങ്ങനെ മുട്ടി നിൽക്കായിരുന്നു. അങ്ങനെ നിങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി. ഇവനാണെങ്കിൽ ഇവന്റെ ഫോട്ടോ കണ്ട് ആസ്വദിക്കും. എന്നിട്ട് ആരെങ്കിലും നോക്കുന്നുണ്ടോ എന്ന് നോക്കുന്നു. എന്തോ കണ്ട് വികലിപ്പിച്ചിരിക്കുന്ന ഇവനെ കണ്ട. ഇവനെയാണ് കഴിഞ്ഞ ദിവസം മുട്ടയടിപ്പിച്ചത്. ഏതോ ചാലഞ്ചിൽ തോറ്റതാന്നാ കേട്ടെ. വീൽ ചെയറിൽ ഇരുന്ന അവന്റെ മാസ് എഡിറ്റിംഗ് കണ്ടോ. ഇത് ഏത് തരം ജീവിയാണെന്ന് നോക്കി പറഞ്ഞു. പിന്നെ നമ്മളെ കോളേജിൽ ബോക്സർ ഒക്കെ ഉണ്ട്. ആരും തെറ്റിദ്ധരിക്കണ്ട, ഇത് ബോക്സറിന്റെ ഡ്യൂപ്പ്. ചിലരൊക്കെ ഹോസ്പിറ്റൽ വാർഡ് പോലെയാണ് കോളേജിനെ കാണുന്നത്. ഇതാണ് നമ്മുടെ റാഷിദ്. ആളൊരു സുമുഖനും സുശീലനുമാണ്. സുമുഖനായ റാഷിദല്ലേ അങ്ങോട്ട് പോകുന്നതെന്ന് വിചാരിക്കരുത്. നമ്മുടെ റാഷിദ് ഇവിടെ തന്നെ. അതുകൊണ്ടാ പറയുന്നത് ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ. പഠിക്കുന്ന കോളേജിനെ നമ്മുടെ വീടായിട്ട് കാണുന്നല്ലേ പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് മാങ്ങ മോഷ്ടിച്ചു. ഇവരാണെങ്കിൽ ഷട്ടിൽ കളിക്കൂല, അത് കളിക്കുന്നവർക്ക് കൊടുക്കൂല. അങ്ങനെയുള്ള ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് മെൻഷൻ ചെയ്യണം. വീട്ടിൽ പോയപ്പോ ഒരു സർപ്രൈസ് നോമ്പ് തുറക്കുകയാണ്. എനിക്ക് പോലും അറിയില്ല ഇന്ന് നോമ്പ് തുറയുണ്ട്. ഇവനോട് നിസ്കരിക്കാൻ കൈകെട്ടാൻ പറഞ്ഞതാ, കൈ കൊട്ടുന്നുണ്ട്. ഡോണ്ട് വറി, സുജൂദിൽ പോയതാണ്. പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങി. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ.